വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ ഹജ്ജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിൽ 10 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? 10ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ചില ആളുകളെ കുറിച്ചാണ്. അവരുടെ പ്രത്യേകത, അവർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നു, പക്ഷെ അവർക്ക് എന്തില്ല? അറിവില്ല, സന്മാർഗമല്ല, വെളിച്ചം നൽകുന്ന ഗ്രന്ഥമല്ല. എന്നിട്ട് അവർ ആളുകളിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുകയാണ് അള്ളാഹിൻ്റെ മാർഗത്തു നിന്ന്. അതുമാത്രമല്ല, അഹങ്കാരത്തോടു കൂടി അവർ ചുമൽ തിരിച്ചു കളയുകയും ചെയ്യുന്നു. ഇത്തരം ആളുകൾക്ക് എന്താണുള്ളത്? ദുനിയാവിൽ അപമാനത ഉണ്ട്, പരലോകത്ത് ചുട്ടരിക്കുന്ന ശിക്ഷ അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹു അവരെ നരകത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവരോട് പറയുന്നതാണ്, ഇതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ്. അള്ളാഹ് എന്തല്ല, ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുന്നവനല്ല. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾക്ക് 11ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. അവിടെ നമ്മൾ ഓതുമ്പോൾ വമിനന്നാസി ഷദ്ദലന്നൂന് നമ്മൾ 2 അർക്കത്തിൽ മണിക്കണം. വമിനന്നാസി മയ്യഅ്ബുദു, അവിടെ ഇദ്ഗാമും ബിഗുന്നുണ്ട്, മണിച്ചോദനം. യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, നിർത്തയുണ്ട് ഹർഫ്. ഫഇൻ അസ്വാബഹു, ഫഇൻ അ, അവിടെ ഇൽഹാറാണ്, വെളിവാക്കി ഓതണം. അസ്വാബഹു, ചെറിയ വാവുണ്ടല്ലോ, അത് 2 ഹർക്കത്ത് വരെ നീട്ടാനാണ്. അസ്വാബഹു. പിന്നെ അടുത്ത ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖൈറുൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് സുക്കൂണിലെ അലിഫാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സുക്കൂണിലെ ത്വാ ആണ്. 2 സുക്കൂന് ഒരുമിച്ച് വന്നു, അപ്പം നമുക്ക് ഓതാൻ വയ്ക്കൂല. ശരിക്കും അവിടെ ഖൈറുൻ എന്നുള്ളത് റുൻ, അതും ആ റാഗ് കഴിഞ്ഞിട്ട് അവിടെ ഒരു സുക്കൂണിലെ നൂനുണ്ട്, റുൻ എന്നല്ലേ, റുന്. അപ്പോൾ അവിടെ 3 സുക്കൂന് അടുപ്പിച്ച് വന്നു. അപ്പോൾ ഓതാൻ വയ്ക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓതേണ്ടത് അറിയോ? റുൻ എന്നതിൻ്റെ റായിൻ്റെ മുകളിൽ തൻവീനില്ലേ, ലൊമ്മ് തൻവീന്, അതിൽ ഒരു ലൊമ്മണ്ട് കളയുക. അപ്പം എന്തായി? ഖൈറു, ഖൈറു. എന്നിട്ട് ഒരു കെസറുള്ള നൂന് ചേർത്ത് കൊടുക്കുക, കെസറുള്ള നൂന്. അപ്പം എന്തായി? ഖൈറുനി, ഖൈറുനി. പിന്നെ ആ ത്വാ മുതൽ കൂട്ടി എഴുതുക, ഖൈറുനിത്ത്, ഖൈറുനിത്ത്. ഇത് ഖുർആനിൽ എവിടെ ഇങ്ങനെ വന്നാലും ഇങ്ങനെ ഓതുന്നുണ്ട്. തൻവീനിന് ശേഷം സുക്കൂന് വന്നാൽ ഓതാൻ വയ്ക്കൂല. അവ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. തൻവീൻ ചിലപ്പോൾ ലൊമ്മ് തൻവീനായിരിക്കും, ഫത്ത്ഹ് തൻവീനായിരിക്കും, കസീർ തൻവീൻ, ഏത് തൻവീനായിക്കോട്ടെ ഒരെണ്ണം കളയുക. ലൊമ്മാണെങ്കിൽ ലൊമ്മ കളയുക, ഫത്ത്ഹാണെങ്കിൽ ഫത്ത് കളയുക, കസറാണെങ്കിൽ കസർ കളയുക. ഒരെണ്ണം എന്ത് ചെയ്യുക? നമ്മളത് കളയുക. എന്നിട്ട് അതിന് ശേഷം കസറുള്ള നൂന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് മുതലുണ്ട് കൂട്ടി എഴുതുക. അതിവിടെ ഖൈറുനി എന്നോതാ. പിന്നെ ഖൈറുനി തുമഅന്ന, ഷദ്ദല നൂന് മണിക്കുക. ബിഹ് വ ഇൻ അസ്വ, അവിടെയും ഇൽഹാർ. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അസ്വാബത്തുഹു നീട്ടാൻ പാടില്ല, അവിടെ വാവില്ല. ഇപ്പുറത്ത് ഫ ഇൻ അസ്വാബഹു കുറച്ച് നീട്ടിയില്ലേ,
ആ നീട്ടൽ ഇവിടെ പറ്റൂല, ഇവിടെ തീരെ നീട്ടാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ഓതുക? വ ഇൻ അസ്വാബത്ത് തീരെ നീട്ടാൻ പാടില്ല. പിന്നെ ഫിത്തിനത്തുൻ ഇൻ, അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം തന്നെ ഓതാൻ വയ്ക്കാത്ത. അപ്പോൾ എന്താ കാട്ടുക? ഫിത്തിനത്തു, ഒരു ലൊമ്മ കളഞ്ഞിട്ട് ഫിത്തിനത്തു എന്നാക്കുക, എന്നിട്ട് കസറിൽ നൂന് ചേർത്ത് കൊടുക്കുക. ഫിത്തിനത്തുനി, പിന്നീട് കൂട്ടി ഓതുക. ഫിത്തിനത്തുനി അവിടെ ഇഖ്ഫ ആണ് മണിച്ചോത്. ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നമുക്കൊന്നുകൂടി ഓതി വെക്കാം. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി وإن أصابته فتنة انقلب على وجهه അവിടെ ഫിത്നത്തുനി وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ശരി, എന്താണ് അള്ളാഹ് പറയുന്നത്? വമിനന്നാസ്, ജനങ്ങളിലുണ്ട്. അന്നാസ് പറഞ്ഞാൽ ജനങ്ങൾ, ജനങ്ങളിൽ ഉണ്ട്. മൻ, ഒരുവൻ അഥവാ ചില ആളുകൾ ജനങ്ങളിലുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. യഅ്ബുദു, അവർ ആരാധിക്കുന്നു. ജനങ്ങളിലുള്ള ചില ആൾക്കാർ. അപ്പോൾ അള്ളാഹിനെ ആരാധിക്കണവരെ പറഞ്ഞാൽ ഓല ആരാണ്? മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ചില മുസ്ലിമീങ്ങൾ ഉണ്ട്, അവർ വിശ്വാസികൾ തന്നെയാണ്. അവരാരെന്നെ ആരാധിക്കണത്? അള്ളാഹുവിനെ തന്നെ ആരാധിക്കണത്. പക്ഷേ എങ്ങനെയാണ് ആരാധന? അലാ ഹർഫിൻ്റെ മുകളിലാണ്. എന്താ ഹർഫ് പറഞ്ഞാൽ? അക്ഷരം എന്നാണ് നമ്മൾ സാധാരണ പറയലേ. നമുക്കറിയാം ചില്ലക്ഷരങ്ങൾ, അലിഫ്, ബാ, ത, ഇതൊക്കെ ഓരോ ഇതാണ്. അപ്പോൾ ഹർഫ് പറഞ്ഞാൽ അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തെല്ലിൻ്റെ മുകളിലായി, അല്ലെങ്കിൽ ഒരു ഓരത്ത് നിന്ന്, ഒരു അറ്റത്ത് നിന്ന് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പൂർണ്ണമായിട്ട് ഉള്ളിക്കൊണ്ട് വന്നിട്ടില്ല. നമ്മൾ പറയലേ കടലിൻ്റെ ഓരത്ത് നിൽക്കുക എന്ന് പറയലേ, കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആ അറ്റത്ത് പോയി ഇന്ന് ആദ്യം അങ്ങോട്ട് പോകേണ്ട അറിയില്ലേ, അതന്നെ അറ്റത്ത് നിൽക്കുക. അപ്പോൾ ഇസ്ലാമിലേക്ക് ഇവർ എന്ത് ചെയ്തിട്ടില്ല? ഇവർ അള്ളാഹിനെ ആരാധിക്കണവരെന്നെ, പക്ഷേ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ മധ്യത്തിലേക്കും എത്തിയിട്ടില്ല. എവിടെ എത്തിയിട്ടുള്ളത്? അറ്റത്തിങ്ങനെ നിൽക്കുകയാണ്, ഓരത്തിങ്ങനെ നിൽക്കുകയാണ് ഇവർ. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. ഫഇൻ അസ്വാബഹു, അവന് ബാധിച്ചാൽ, അങ്ങനെ ആരാധിക്കുന്ന ആൾക്ക് ബാധിച്ചാൽ എന്ത്? ഖൈർ, നന്മ ബാധിച്ചാൽ ഇത്മഅന്ന ബിഹി, അവനതിൽ ത്വമഅനീനത്ത് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ത്വമഅനീനത്ത് വേണം പറയില്ലേ, അടക്കം ഒതുക്കയിലെ ത്വമഅനീനത്ത്. അപ്പോൾ ശാന്തത. അപ്പോൾ എന്തു ചെയ്യും? ഇവനിക്ക് വല്ല നന്മയും കിട്ടിയാൽ ഇവന് ശാന്തനാവും, അടങ്ങും, ഇവനിക്ക് സന്തോഷമായി, പ്രശ്നമൊന്നുമില്ല. അപ്പം ശാന്തനായിട്ട് അങ്ങനെ തൃപ്തിപ്പെട്ടു പോവും. വ ഇൻ അസ്വാബത്തുഹു, എന്നാൽ അവന് ബാധിച്ചാൽ ഫിത്നത്തുൻ, ഫിത്ന പറഞ്ഞാൽ ഒരു പരീക്ഷണം, ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ ഇൻഖലബ അലാ വജ്ഹിഹി, ഇൻഖലബ അലാ വജ്ഹിഹി. ഇൻഖലബ പറഞ്ഞാൽ നമ്മൾ കൽബ് അറിയില്ല, എന്താ കൽബ്? ഹൃദയം എന്നാണ് കൽബിൻ്റെ അർത്ഥം. ശരിക്കും കൽബ് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ്. മാറി മറിയുന്നത് എന്നാണ്. അപ്പോൾ ഹൃദയം എന്നാണ് അർത്ഥമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ഭാഷാപരമായ അർത്ഥം കലബ പറഞ്ഞാൽ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭാര്യനോട് ജിൻ്റെ കൽബാണ് അറിയില്ലേ, ഇജ്ജ് പോയിട്ടിങ്ങ വേറെ ആൾ രണ്ടാമത്. അപ്പോൾ കൽബ് പറഞ്ഞാൽ ശരിക്കും മാറി മറിയുന്നത്. അപ്പോൾ ഇൻകലബ പറഞ്ഞാൽ എന്താണ്? മാറി മറിഞ്ഞു. ഇൻകലബ അവൻ മറിഞ്ഞു പോകും, അവതാളത്തിലാകും. അലാ വജ്ഹിഹി, തൻ്റെ മുഖത്തിൻ്റെ മേൽ, അഥവാ അവൻ എന്തു ചെയ്യും? മുഖം കുത്തി മറിഞ്ഞു പോകുന്നർത്ഥം. മുഖം കുത്തി മറിഞ്ഞു പോകുക അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഓന് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്നു, ഇതൊക്കെ ഇട്ടെറിഞ്ഞ് ഓൻ്റെ പണി നോക്കി പോകും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വരാനുള്ളത്? ഖസിറ, നഷ്ടത്തിലായി. അദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവും നഷ്ടമായി, പരലോകവും നഷ്ടമായി. ദാലിക, അതാകുന്നു, അത് അങ്ങനെ സംഭവിക്കാനുള്ളത്
ഹുവൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടമാകുന്നു. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നഷ്ടമാകുന്നു അത്. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു നഷ്ടം ഇനി വരാനില്ല, വലിയ വ്യക്തമായ നഷ്ടമാണത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്? വമിനൻ നാസി മൻ യഅബുദുല്ലാഹ അലാ ഹർഫ്, അള്ളാഹുവിനെ ഒരു ഹർഫിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവരുണ്ട് എന്നാണ്. ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അലാ ശക്കിൻ, സംശയം. അപ്പോൾ ഇവരെ വിശ്വാസം എന്തല്ല, ദൃഢമായതല്ല, അടിയുറച്ചതല്ല, സംശയത്തിലാണ്. പല കാര്യങ്ങളും ഇവരിപ്പോഴും സംശയത്തിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അലാ തൊറഫിൻ, തൊറഫ് പറഞ്ഞ അറ്റം, ഒരറ്റത്ത് നിന്ന് എന്ത് ചെയ്യാണ് ഇവർ അള്ളാനെ ആരാധിക്കുകയാണ്. അഥവാ ദഖല ഫിദ്ദീനി അലാ തൊറഫിൻ, ഇവർ മതത്തിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്? ഒരറ്റത്താണ്. ഫഇൻ വജദ മാ യുഹിബ്ബുഹു ഇസ്തഖറ, ഇഷ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അവർ ദീനിൽ ഇങ്ങനെ ഉറച്ചു നിന്നോളും. എന്നാൽ ഇല്ലെങ്കിലോ ഇൻഷാമറ, അപ്പോൾ അവർ മുഖക്ക് ചുളിഞ്ഞവരാകെ അസ്വസ്ഥരായി, ഇവർക്കാകെ പ്രശ്നമായി തീർന്നു. അപ്പോൾ അതാണ് പിന്നെ ഹർഫിൽ നിന്ന് ആരാധിക്കുക പറഞ്ഞാൽ ദീനിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കാത്തവർ. ഇൻകലബ അലാ വജിഹി, മുഖം കുത്തി മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ, അതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ് ഇർത്തദ്ദ കാഫിറ, ഇസ്ലാം തന്നെ പുറത്തു പോയിട്ട് കാഫിറായി തീരും. എപ്പോൾ? ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോൾ. ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും പരലോകവും നഷ്ടമായി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഫലാഹു വഹസല മിനദ് ദുനിയ അലാ ഷൈ, ഓനക്ക് ദുനിയാവിന്ന് ഒന്നും കിട്ടൂല, ദുനിയാവിന്ന് ഒന്നും ലഭിക്കൂല. വ അമ്മൽ ആഖിറത്തു, ഇനി പരലോകത്തോ ഫഖദ് കഫറ ബില്ലാഹിൽ അലീം, ഓൻ അള്ളാഹുവിൽ കുഫർ ചെയ്തിട്ടുണ്ട് ദുനിയാവെന്ന്. അതുകൊണ്ട് ഫഹുവ ഫീഹാ ഫി ഗായത്തി ശഖായി വൽ ഇഹാന, പരലോകത്ത് ഏറ്റവും വലിയ ദൗർഭാഗ്യവും ഇഹാനത്ത് പറഞ്ഞ അപമാനവും അവന് വരും. കാരണം കുഫർ ചെയ്ത ആൾക്കാർ എവിടെയൊക്കെ പരലോകത്ത്? നരകത്തിലായിരിക്കും. അതാണ് ഏറ്റവും വലിയ അപമാനം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദാലിക ഹുൽ ഖുസ്റാൻ, ഇതാണ് ഏറ്റവും വലിയ ഖുസ്റാൻ എന്നാണ് ഇതിനത് പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 2-3 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാരണം പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമൊക്കെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ അഅറാബികൾ യഅ്തൂന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുസ്ലിമൂൻ, നബിയുടെ അടുത്തേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടോ ഇദാ റജഉ ഇലാ ബിലാദിഹിം, ഓലെ നാട്ടിലേക്ക് തിരിച്ചു പോകും, ഇസ്ലാം സ്വീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഓലിക്ക് നല്ല കൃഷിയും അതേപോലെ നല്ല മക്കളുണ്ടാകുന്നു, നല്ല അവസ്ഥ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓല് പറയും ഇന്ന ദീനന ഹാദാ ലസ്വാലിഹ്, നമ്മളിപ്പോൾ സ്വീകരിച്ച മതം സൂപ്പറാട്ടോ, നല്ലതാണ്. കാരണം നമ്മൾ സ്വീകരിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല കുട്ടികളുണ്ടായി, നല്ല കൃഷി ഉണ്ടായി, നല്ല നല്ല ഭൗതികമായ കാര്യങ്ങൾ കുറേ കിട്ടുകയാണ്. ഫതമസ്സകൂ ബിഹി, അതുകൊണ്ട് എല്ലാവരും ഇത് മുറുകെ പിടിച്ചോളിയും എന്ന് ഓല് പറയും. എന്നാൽ ഓലിക്ക് പ്രയാസങ്ങൾ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അതുപോലെ മോശപ്പെട്ട മക്കളുണ്ടാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു, ഇങ്ങനെ ഓലിക്ക് ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഓല് പറയും മാ ഫീ ദീനിന ഹാദാ ഖൈർ, ഈ മതത്തിലൊരു നന്മയില്ല. കാരണം നമ്മൾ ഈ മതം സ്വീകരിച്ചപ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആണല്ലോ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ മതത്തിലൊരു ഖൈറുമില്ല എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അവരുടെ വിഷയത്തിലാണ് ഇറങ്ങിയെങ്കിലും ഈ സ്വഭാവം വെച്ച് പുലർത്തുന്നവർക്കെല്ലാം വരാൻ പോകുന്നത് അള്ളാഹ് പറഞ്ഞ പോലെ ഈ നാശവും നഷ്ടവും തന്നെയാണ്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. നല്ലൊരു വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം പറയുന്നത് വമിനൻ നാസി മൻ ഹുവ ലഈഫുൽ ഈമാൻ, ജനങ്ങളിലുണ്ട് ചില ആളുകൾ ലഈഫുൽ ഈമാൻ, ഓലെ ഈമാൻ ദുർബലാണ്, ഈമാൻ സ്ട്രോങ് അല്ല. ലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, ഓലെ ഈമാൻ ഹൃദയത്തേക്ക് കയറിയിട്ടില്ല, അതാണ് അറ്റത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ അള്ളാഹ് പറഞ്ഞില്ലേ, റസൂലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചില അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹ് ആയത്തിറക്കി, എന്ത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞോളീം അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളയക്കണമെന്ന് പറഞ്ഞോളീം, മുഅ്മിനീങ്ങളയക്കണമെന്ന് പറയണ്ട. എന്താണ് കാരണം? വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയത്തേക്ക് ഈമാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇസ്ലാം ഈമാൻ രണ്ടും എന്താണ്? രണ്ടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹി ചൊല്ലി അത് സാക്ഷ്യം വഹിച്ച് അംഗീകരിച്ച ഓൻ മുസ്ലിമീങ്ങളുടെ ടീമിലേക്ക് എത്തി. ഇനി നിസ്കാരമൊക്കെ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഓൻ ആരായി? മുസ്ലിമായി. പക്ഷേ ഈമാൻ അത് മുഅ്മിനാവണമെങ്കിൽ രണ്ടാമത്തെ ദർജയാണ്, ഒന്നിന് കൂടിയ ദർജയാണ്. അതെന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മുഴുവൻ തസ്ദീഖുഹു ബിമാ ഖബർ, റസൂൽ പഠിപ്പിച്ചെന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തണം, ഒരു സംശയമില്ലാതെ സത്യപ്പെടുത്തണം.
അങ്ങനെ ചെയ്യാത്തവരാണ് ഇവർ. അപ്പോൾ ഇവർ ഇസ്ലാമിലേക്ക് വന്ന പിന്നെ എന്തുകൊണ്ടേക്കണം? പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു, പക്ഷേ ഇവർക്ക് കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ വിശ്വാസം സ്ട്രോങ് ആയില്ല. ചിലപ്പോൾ ഇസ്ലാമിലേക്ക് വന്നത് ബാഹ്യമായ ചില സമ്മർദ്ദങ്ങൾ കാരണത്താലേക്കരം. അങ്ങനെ പല കാരണങ്ങളാലും വന്നു, പക്ഷേ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വലം തുഹാലിത്തുഹു ബശാശത്തുഹു, ഈമാൻ്റെ ഒരു മാധുര്യം ഓൽക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ബൽ ദഖല ഫീഹി, പക്ഷേ ഓല് മുസ്ലിമീങ്ങളാണ്. ഇമ്മ ഹൗഫൻ, ചിലപ്പോൾ എന്തെങ്കിലും ഭയം കാരണത്താൽ മുസ്ലിമീങ്ങളായതേക്കരം. വ ഇമ്മ ആദത്തൻ അലാ വജ്ഹിൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശീലം കാരണം, എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ഇപ്പം മുനാഫിഖീങ്ങൾ അവരാരെന്നായിരുന്നു? ലാ ഇലാഹ അംഗീകരിച്ച് വന്ന ആൾക്കാർ തന്നെയായിരുന്നു, പക്ഷേ ഓലെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തിനാ ഓല് മുസ്ലിമുകളപ്പം നിൽക്കണത്? യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല പൈസ കിട്ടും, അതേപോലെ റസൂല് സക്കാത്തൊക്കെ കോരി വെക്കുമ്പോൾ കുറച്ച് കിട്ടും, ഗനീമത്ത് കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. ഇങ്ങനെ ഭൗതികമായ ലാഭങ്ങൾക്കാണ് ഓല് ഇസ്ലാമിൽ നിന്ന്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ്. ലാ യസ്ബുതു ഇൻദൽ മിഹൻ, ഓൽക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഉറച്ചെക്കാൻ കഴിയൂല. ഇനിസ്തമറ റിസ്ഖുഹു റഗദ, ഓൽക്ക് ദുനിയാവിൽ സുഭിക്ഷമായി ഇങ്ങനെ വിഭവം വന്നുകൊണ്ടിരുന്നാൽ, വലം യഹ്സുൽ ലഹു മിനൽ മകാരിഹി ഷൈഉൻ, അവർക്ക് പ്രയാസമല്ല ഒരു കാര്യവും വരാതിരുന്നാൽ, ഇത്മഅന്ന ബിദാലിക്കൽ ഖൈർ, ആ നന്മ ഏത് ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ കിട്ടിയില്ലേ, അവർക്ക് ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ അതിൽ അവർ സമാധാനിക്കുന്നു. ലാ ബി ഈമാനിഹി, ഈമാൻ കൊണ്ടല്ല അവർക്ക് സമാധാനം. ഓൽക്ക് സമാധാനം എന്തുകൊണ്ടാണ്? അപ്പോൾ ആൾക്കാർ പറയും ഖുർആൻ ഓതുമ്പോൾ ഒരു സമാധാനം കിട്ടുകയാണ്, ദിക്റുകൾ ചെയ്യുമ്പോൾ സമാധാനം. ഈ സമാധാനം അല്ല ഓൽക്ക് സമാധാനം എന്താ? നല്ല കാറ് മേടിക്കാൻ പറ്റിയ സമാധാനം, നല്ല വീട് കിട്ടിയത്, ഒരു 10 സെൻറ്റ് പറമ്പ് മേടിക്കാൻ പറ്റിയ ഭയങ്കര സമാധാനം. എന്നാൽ ഓൽക്ക് ദീനീപരമായ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്കിനോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, പിന്നെ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അള്ള നല്ല നിഅമത്തൊക്കെ കൊടുത്തു, അള്ള ആദരിച്ചാൽ ഇവൻ പറയും അള്ള എന്നെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ വ അമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖു, അള്ള റിസ്ക് കുടുസാക്കി, കുറച്ച് ബുദ്ധിമുട്ട് ഇങ്ങനെ പ്രയാസം വന്നു, സാമ്പത്തികമായിട്ടും റിസ്ക്കിൻ്റെ വിഷയത്തിലൊക്കെ പ്രയാസം വന്നപ്പോൾ ഇപ്പം എന്താ പറയുന്നത്? റബ്ബി അഹാനൻ, അള്ള എന്നെ നിന്ദിച്ചു, അള്ള എന്നെ അപമാനിച്ചു, കണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ. അതാണ് ആ രൂപത്തിലുണ്ട് ചില ആളുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശരി, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വന്നാലും ഖൈറുകൾ വന്നാലും ഈ മതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയണവ ഇൻ അസാബത്തുഹു ഫിത്നത്തുൻ, അള്ള പറഞ്ഞല്ലോ പരീക്ഷണങ്ങൾ ബാധിച്ചാൽ, അഥവാ മിൻ ഹുസൂലി മക്രൂഹിൻ ഔ സവാലി മഹ്ബൂബിൻ, ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നീങ്ങിപ്പോയാൽ അല്ലെങ്കിൽ വെറുപ്പുള്ളത് അവർക്ക് വന്നാൽ, ഇർത്തദ്ദാൻ ദീനിഹി, ദീനിൽ തന്നെ ഓൻ തെറ്റിപ്പോകും, ഓൻ ദീനിൽ തന്നെ പുറത്തേക്ക് പോകും. ഫഖാബ സഅയുഹു, അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടത്തിലായി. വലം യഹ്സുൽ ലഹു ഇല്ലാ മാ ഖുസിമ ലഹു, അള്ള വിചാരിച്ചതല്ലാതെ ദുനിയാവിൽ അവനക്ക് കിട്ടൂല. വഅമ്മൽ ആഖിറ, ഇനി പരലോകത്തോ, ഫലാഹിറുൻ, വ്യക്തമാണ്, ഹുരിമൽ ജന്ന, അവനക്ക് സ്വർഗം ഹറാമുമാണ്. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് ഭയങ്കര ഗൗരവമുള്ള വിഷയമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? പൂർണ്ണമായിട്ട്, അറ്റത്ത് നിൽക്കേണ്ടവരോ മധ്യത്തിൽ നിൽക്കേണ്ടവരല്ല, പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വരണം. അള്ളാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ഇതിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കാറിന ചില ആൾക്കാരുണ്ടാവും, ഇഷ്ടമല്ല എടുക്കുക, തടിമ തട്ടണത് ഒഴിവാക്കുക. ഇപ്പോൾ വാഹനം അതിൽ കയറുമ്പോൾ പ്രാർത്ഥന ചെല്ലണം, നമ്മൾ ചിലരുണ്ട്, ഒരു മുസ്ലിം. പക്ഷേ എങ്ങനെയാണ് ഇപ്പം വാഹനം എടുത്തത്? പലിശ കൊണ്ടാണ്. ആ പലിശ റസൂല് ഹറാമാക്കിയാണ്. വസ്ത്രം ധരിക്കുമ്പോൾ ചിലപ്പോൾ ബിസ്മില്ലൊക്കെ ചെല്ലും, പ്രാർത്ഥനയൊക്കെ ചെല്ലും. ആ റസൂലിനെ പഠിപ്പിച്ച ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകാൻ പറ്റില്ല, എൻ്റെ വസ്ത്രം വലിച്ചയച്ച് നടക്കണവനേക്കരം. അപ്പോൾ ഇങ്ങനെ ചിലവൊക്കെ എടുക്കുക, ചിലവൊക്കെ എടുക്കാതിരിക്കുക, ഇതല്ല. പൂർണ്ണമായിട്ട് ഇസ്ലാമിലെല്ലാം അനുഷ്ഠിക്കാനുള്ളതാണ്, ഇസ്ലാമിലെല്ലാം പ്രവർത്തിക്കാൻ ഉള്ളതാണ്. ഈ ഈമാൻ ഹൃദയത്തിൽ അടിയുറക്കാതെ ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മനുഷ്യനൊന്നും ചെയ്യാനില്ല. വിശ്വാസം ഹൃദയത്തിൽ ഉറക്കാതെ ദീനിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അള്ളാഹു ഏതൊരു അമൽ സ്വീകരിക്കണമെങ്കിലും ഷർത്ത്, നിബന്ധനയായ ഒന്നാണ് ഈമാൻ. ഇന്നല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്ത് വല്ലദീന ആമനു വ അമിലുസ്സാ, എത്ര സ്ഥലങ്ങളിൽ അള്ളാഹ് പറഞ്ഞ് ഈമാനും അമിലുസ്സാലിഹാത്തും. അമിലുസ്സാലിഹാത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈമാൻ കൃത്യമാവണം.
അതില്ലാത്തവരെ സംബന്ധിച്ച് അത് വമൻ അറാദിൽ ആഖിറത്ത പരലോകത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വസഅലഹ സഅയഹ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ വഹുവ മുഅ്മിൻ അവൻ വിശ്വാസിയാണെങ്കിൽ ഫൗലായിക കാന സഅയുഹു മഷ്കൂറ ഓക്കെയാണ്, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഈ ഈമാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിലേക്ക്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നില്ലേ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അവർ അദൃശ്യമായതിൽ വിശ്വസിക്കുന്നവരാകുന്നു. അതാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ടാണ് വയുഖീമൂന സ്വലാത്ത നിസ്കാരമുണ്ട്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അവർ സ്വതക്ക സക്കാത്തോ കൊടുക്കും. അപ്പോൾ നിസ്കാരത്തിനൊക്കെ മുമ്പ് പറഞ്ഞ വിശ്വാസം അവിടെ അല്ലാഹ് നിർത്തിയില്ല, വിശ്വസിക്കുന്നത് മാത്രമല്ല പറഞ്ഞ്. അല്ലാഹ് പിന്നെ അടുത്ത ആയത്തിൽ പറഞ്ഞാൽ എന്താ? വബിൽ ആഖിറതി ഹും യൂഖിനൂൻ പരലോകത്തിൽ അവർ യൂഖിനൂൻ ദൃഢമായി യഖീനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം കേവല വിശ്വാസം പോരാ, യഖീൻ ദൃഢമായ വിശ്വാസം. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഒരു സംശയവും ഹൃദയത്തിൽ കയറാൻ പറ്റില്ല. അതാണ് എന്ത്? യഖീൻ എന്ന് പറഞ്ഞാൽ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഇത്തരത്തിലുള്ള യഖീൻ നഷ്ടപ്പെട്ടു പോകുന്ന വഴികളിലേക്കും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നിരീശ്വരവാദികളുടെ സംസാരങ്ങൾ ഒരു വിശ്വാസി കേൾക്കാൻ പാടുള്ളതല്ല. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ സംസാരങ്ങൾ കേൾക്കുക, ഓലെ പുസ്തകങ്ങൾ വായിക്കുക, ഇത് നമ്മൾക്ക് ചേർന്നതല്ല. അത് പണ്ഡിതന്മാർ അവർക്ക് മറുപടി കൊടുക്കേണ്ട തന്നെ ആരാണ്? അവരോട് സംവാദത്തിൽ പോകേണ്ട തന്നെ ആരാണ്? പണ്ഡിതന്മാരാണ്. അത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല. കേൾക്കാൻ പാടില്ല എന്നാൽ ഓല ചോദ്യങ്ങൾക്ക് കാമ്പുണ്ട്, അതിന് ഉത്തരമില്ല, അതുകൊണ്ടാണോ? അല്ല, പൊട്ട ചോദ്യങ്ങളാണ്, ഒരു യുക്തിയില്ലാത്ത ചോദ്യങ്ങളാണ്. ഇസ്ലാം സ്ട്രോങ് ആണ്, നമ്മളെ ദീന് നമ്മളെ ഈമാൻ സ്ട്രോങ് അല്ല. ചില ആൾക്കാർ അങ്ങനെ തുമ്മിയാൽ തെറിക്കണം, മൂക്കാച്ചാണ് തെറിക്കട്ടെ, ഒന്ന് കേൾക്കണമല്ലോ, എന്താ ഇസ്ലാം ദുർബല? ഇസ്ലാം ദുർബലമായിട്ടല്ല, നമ്മളെ ഈമാൻ ദുർബല. നമ്മളോട് ഒരാൾ വന്ന് പറയുകയാണ്, എനിക്ക് ഞാൻ എന്ത് ചെയ്യാം, 10 കോടി ഉറുപ്പ്യ തരാം, 10 കോടി ഉറുപ്പ്യ തരാം, ഇസ്ലാമിന്ന് പുറത്തേക്ക് പോവോ എന്ന് ചോദിച്ചാൽ നമ്മൾ പോവോ? ഇല്ല. നമുക്ക് 10 കോടിയുടെ അടുക്കും വലിപ്പാണ് എന്ത്? ഈമാൻ, ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ ഈ ഇസ്ലാമിനെ നരകത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരീക്ഷണം നടത്താൻ പാടില്ല. ഇത്തരം ആളുകളുടെ ഒന്നും വേണ്ട, നമ്മളൊരു സംസാരം കേട്ടു, ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു സംശയം. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ചു അത് അറിവിലൊരാൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. പക്ഷെ ആ സംശയത്തിലായിരിക്കും നമ്മൾ മരിച്ചു പോയാലോ? വളരെ ഗൗരവമാണ്. അപ്പം അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ പരിഹസിക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ അവിടുന്ന് പോകണം, അവരാ സംസാരം ആകുന്നത് വരെ അവിടുന്ന് പോകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇരിക്കാൻ പാടില്ല. ശരി, അപ്പോൾ അവിടെ പറയുന്നത് ദീനിൽ എന്ത് ചെയ്യണം? ഉറച്ചിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹ് പറഞ്ഞത് ഫസ്തഖിം കമാ ഉമിർത്, റസൂലെ കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ ഇസ്തിഖാമത്തിലാണ്. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ അടി ഉറച്ച് നിൽക്കണം. ഒരു സ്വഹാബി സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്ക് ഇസ്ലാമിലൊരു കാര്യം താങ്കൾ പറഞ്ഞു തരണം. അതിൻ്റെ പ്രത്യേകത ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, താങ്കൾക്ക് ശേഷം ഒരാളോടും അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അത്രയും കൃത്യമായൊരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. റസൂൽ എന്താ പറഞ്ഞു കൊടുത്താരോ? ഖുൽ, നീ പറ, ആമൻതു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഫസ്തഖിം, എന്നിട്ട് നീ ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്ക്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ. അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു എന്ന് പറയുകയും പിന്നീട് അതിൽ ഇസ്തിഖാമത്തോടെ അടിയുറച്ച് നിൽക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും മരിക്കാൻ സമയത്ത്. എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് എന്തുണ്ട്? വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, അല്ലതീ കുന്തും തുഅദൂൻ. അപ്പോൾ അതാണ് ഈ ഇസ്തിഖാമത്തിൻ്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യണത് ആ പറയണം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആൾക്കാർ ഇവർ മതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷേ ഇവർക്ക് എന്തല്ല? ഈമാൻ സ്ട്രോങ് അല്ല. അപ്പോൾ ഭൗതികമായ ലാഭങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇവർ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ നിന്ന് പോയിക്കോളും. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇവരെ അവസ്ഥ ആകെ മാറും, ഇവരൊരു പക്ഷേ കുഫറിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അവസ്ഥ വരുമ്പോഴും പ്രയാസം വരുമ്പോഴും നമ്മളെന്താ പഠിച്ചിരിക്കണ്? ഖൈറും ഷർറും എവിടുന്ന അല്ലേ? ഒക്കെ അള്ളാഹുവിൽ നിന്ന്. അപ്പോൾ ആ അള്ളാഹുവിൽ വിശ്വസിച്ച് നമ്മൾ, അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവനെല്ലാ കാര്യങ്ങളും നല്ലതാണ്, അവന്
ഒരു ഖൈറ് ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? ശക്കറ, നന്ദി കാണിക്കും, അതൊനിക്ക് ഖൈറാണ്. ഇനി അവനൊരു ബുദ്ധിമുട്ട് വന്നാലോ സ്വബറ, ക്ഷമിക്കും, അതും എനിക്ക് ഗുണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെ ഉണ്ടാക്കിയതിന് എന്തിനാണ്? അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അള്ളാഹു ആരാധിക്കാൻ വേണ്ടി അള്ളാഹ് നമ്മൾ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞത് ലീ നബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം അഥവാ ഏറ്റവും നന്നായി അള്ളാഹിനെ ആരാധിക്കുക ആരാന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. വനബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും പരീക്ഷണം ഉണ്ടാവും, തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷണം ഉണ്ടാക്കും. അതുപോലെ അള്ളാഹ് സൂറത്തുൽ ബഖറയിൽ ആണയിട്ട് പറഞ്ഞൊരു കാര്യമാണ് വലനബുലു വന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈഇൻ, നമുക്ക് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ? ഫസ്റ്റത്തിലുണ്ടോ വെച്ചിട്ട് ആദ്യം ഫസ്റ്റത്തെ 2 സ്വിച്ചുകൾ അതോ അടുത്തതോ കത്തൂലല്ലേ? അപ്പുറത്തായിട്ട് നോക്കി മൂന്നാമത്തെ ഒന്ന് തന്നെ കത്തുള്ളൂ. 4-മത്തോട്ട് എന്നിട്ട് നോക്കിയോ? ഇല്ല, ഒന്ന് തന്നെ കത്തുള്ളൂ. വലനബുലു വന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹ് പറയും ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ച് ഭയം കൊണ്ട് എന്ത് ചെയ്യും? പരീക്ഷണം ഉണ്ടാവും. വൽ ജൂ പറഞ്ഞാൽ വിശപ്പ്. വനഖ്സും മിനൽ അംവാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട്. വസ്സമറാത്ത്, വിഭവങ്ങളുടെ ബുദ്ധിമുട്ട്. വലംഫുസ്, മരണങ്ങൾ. ഇതുകൊണ്ടൊക്കെ പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? വബശ്ശിരി സാബിരീൻ, അതിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇത് അള്ളാഹ് പറഞ്ഞ കാര്യം. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? അള്ളാഹ് പറഞ്ഞു അഹസിബൻ നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുകയാണോ ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലാ യുഫ്തനൂൻ, പിന്നെ ഒരു പരീക്ഷിക്കപ്പെടൂലെന്ന്. ഇസ്ലാം സ്വീകരിച്ച പിന്നെ പരീക്ഷണമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. അള്ളാഹ് പരീക്ഷിക്കും. എന്തിനാണ്? ആരാണ് സ്വാദിഖീങ്ങൾ, ആരാണ് കാദിബീങ്ങൾ അള്ളാഹ്ക്ക് അറിയാനാ. അപ്പോൾ സത്യസന്ധമായി നിലകൊള്ളുന്നവരാരാണ്, അതുപോലെ സത്യസന്ധത ഇല്ലാതെ നിലകൊള്ളുന്നവരാരാണ്. എന്നിട്ട് അള്ളാഹ് പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള കപടവിശ്വാസികളെ എല്ലാം പുറത്തുവിടും. അപ്പോൾ സമൂഹത്തിൽ ഫിത്നകൾ വരുമ്പോൾ അതിലെന്ത് ചെയ്യും? ഓരോ ഫിത്നകൾ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ പുറത്തു പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് അല്ലേ? ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ച സിഹർ, ആ സിഹറിൻ്റെ വിഷയത്തിൽ അതിന് നിഷേധിച്ച് അല്ലേ, ഒരു ഹദീസ്, സ്വഹീഹ ഹദീസ് നിഷേധിച്ചവൻ ഇസ്ലാമിന് പുറത്താണ്. അങ്ങനെ എത്ര ആൾക്കാർ എന്ത് ചെയ്തു? ആ രൂപത്തിൽ പ്രവർത്തനം ചെയ്തു. എത്ര ഹദീസ്, സംസമളത്തിൻ്റെ ഹദീസുകൾ നിഷേധിച്ചില്ലേ? ഇതിനൊക്കെ കാരണം ചില ഫിത്നകൾ ഉണ്ടായതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്ത് ചെയ്യും? ഓരോ ഫിത്നകൾ, പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിലൂടെ അള്ളാഹു ഇത്തരം കാപട്യമുള്ളവരെല്ലാം എന്ത് ചെയ്യും? ചെയ്യുന്നുണ്ട്, ഔട്ടാക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ഇനി അങ്ങനെ നിൽക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഹസ്രത്ത് ദുനിയാവൽ ആഖിറ, ദുനിയാവും പോയി ആഖിറത്തും പോയി. കാലത്തൊക്കെ ദുനിയാവും കിട്ടിയില്ല. അപ്പോൾ കാഫിരീങ്ങൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കും, ആഖിറ കിട്ടാതെ. എന്നാൽ ദുനിയാവും കിട്ടും. അപ്പോൾ ഫിർഔൻ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ്. ഫിർഔന്, അതേപോലെ ഖാറൂന്, ഹാമാന്. പക്ഷേ ഇവർക്കൊക്കെ എന്ത് കിട്ടിയിരിക്കണു? ദുനിയാവ് കിട്ടിയിരിക്കണു. ഇത്തരം ആളുകൾ അള്ളാഹ് പറഞ്ഞു ഇവർക്ക് ദുനിയാവും കിട്ടില്ല, പിന്നെ അള്ളാഹ് ആഖിറം കൊടുക്കില്ല. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ് അള്ളാഹ് പറയുന്നത്. ശരി, നമുക്ക് അടുത്തായത് യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ذلك هو الضلال البعيد. അവിടെ നമ്മൾ ഓതുമ്പോൾ യദ്ഉ മിദു ഇഖ്ഫ ആണ്, മിദു മണിച്ചോദനം. ദൂനില്ലാഹി മാ ലാ യദുറുഹു 2 ഹർക്കത്ത് വരെ നീട്ടണം. വമാ ലാ യൻഫഉഹു യൻഫ ഇഖ്ഫ ആണ് മണിച്ചോദനം. യൻഫഉഹു ഹ സുക്കൂന് കൊടുത്ത് നിർത്തുക. പിന്നെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല.
യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹു വമാ ലാ യൻഫഉഹു ذلك هو الضلال البعيد. ശരി. യദ്ഉ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ വിളിച്ച് പ്രാർത്ഥിക്കും. അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവൻ. ആരെയാണ് വിളിക്കുന്നത്? മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമേയുള്ളവരെ. അള്ളാഹുവിന് പുറമേയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. അള്ളാഹുവിന് പുറമേയുള്ളവരുടെ പ്രത്യേകത എന്താ? മാ ലാ യദുർറുഹു, ഒരു ഉപദ്രവവും ഉണ്ടാക്കൂല. അവന് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാത്തവരാണ്. വമാ ലാ യൻഫഉഹു, എന്നാൽ അവനൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ വയ്ക്കുമോ? അതിന് വയ്ക്കൂല. അപ്പോൾ ഉപകാരവും ഉപദ്രവവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അള്ളാഹിന് പുറമെയുള്ളവർ. ഓലെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദാലിക്, അങ്ങനെ ചെയ്യുന്ന പരിപാടി ഹുവ ദലാൽ, അത് ലലാലാണ്. ലലാൽ പറഞ്ഞാൽ വഴികേട്. ലലാൽ വഴികേട്. എങ്ങനത്തെ? ലലാലുൽ ബഈദ്. ബഈദ് പറഞ്ഞാൽ വിദൂരമായ വഴികേടാകുന്നു അത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് പുറമേയുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതിൻ്റെ നിരർത്ഥകതയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. യദ്ഉ മിൻ ദൂനില്ല, അള്ളാഹിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു പല ആളുകളെയും. മാ ലാ യദുർറുഹു, അവരൊന്നൊരു ഉപദ്രവം അവന് ചെയ്തു കൊടുക്കൂല. വമാ ലാ യൻഫഉ, ഒരു ഉപകാരവും ചെയ്തു കൊടുക്കുകയില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മിനൽ അസ്നാമി വൽ അന്താദി, ഇവിടെ അള്ളാഹ്ക്ക് പുറമേ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം അസ്നാമുകളും അന്താദുകളുമാണ്. അസ്നാം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ, അന്താദ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തുല്യനായി വെച്ച ആൾക്കാർ. യസ്തഗീസു ബിഹ, അവരോട് സഹായം ചോദിക്കുന്നു. വയസ്തൻസുഹ, അവരോട് സഹായം ചോദിക്കുന്നു. യസ്തഗീസു, ഇസ്തിഗാസ പറഞ്ഞാൽ ആപൽ ഘട്ടത്തിൽ സഹായം ചോദിക്കുക. നസ്ർ പറഞ്ഞാൽ സാധാ സഹായം. വയസ്തർസിഖുഹ, റിസ്ഖിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ വഹിയ ലാ തൻഫഉഹു വലാ തദുർറുഹു, ഒരു ഉപകാരവും ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. അപ്പോൾ നമ്മളവിടെ വെളിയങ്കോട് ഉമർകാലിൻ്റെ അവിടെ വന്നിട്ടും പുത്തമ്പള്ളി വന്നിട്ടും മണത്തലൊക്കെ കൊണ്ട് എത്ര ആൾക്കാർ റിസ്ക്കിന് വേണ്ടിയിട്ടും കുട്ടിക്ക് അസുഖം വന്നിട്ട് അതിന് സഹായിക്കാനും പാസ്പോർട്ട് ശരിയാവാനും വിസ ശരിയാവും ഒക്കെ വരുന്നു. പക്ഷേ അള്ളാഹ് പറയാണ്, ഈ ആൾക്കാരൊന്നും മാ ലാ യദുർറുഹു വമാ ലാ യൻഫഉഹു, ഇത് അള്ളാഹിൻ്റെ ഖുർആനിൽ പറയാണ്, അവരൊന്നും ഒരു ഉപകാരവും ചെയ്യൂല, അവരൊന്നും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹാദാ സിഫത്തു കുല്ലി മദ്ഉവിൻ വമഅബൂദിൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളുടെയും അവസ്ഥ ഇതാണ്. കല്ലായാലും മുള്ളായാലും മനുഷ്യനായാലും വിഗ്രഹമായാലും എന്തായാലും അവരുടെയൊക്കെ അവസ്ഥ ഇതാകുന്നു. ഫഇന്നഹു ലാ യംലികു ലിനഫ്സിഹി വലാ ലിഗൈരിഹി നഫ്അൻ വലാ ളറ, ഓൽക്ക് സ്വന്തം ഒരു പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉടമപ്പെടുത്താൻ കഴിയൂല, മറ്റുള്ളവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കാനും കഴിയൂല. അപ്പോൾ മരിച്ചു കിടക്കണ ഒരാൾ, അയാളെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അയാളെ മേത്തേക്ക് ഒരു ഉറുമ്പരിച്ച് കയറുന്നത് പോലും അയാൾക്ക് തട്ടി മാറ്റാൻ കഴിയുമോ? പിന്നെ മറ്റുള്ളവരെ കാര്യങ്ങൾ അയാൾക്ക് എന്തെങ്കിലും തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അയാളെ മരണത്തെ അയാൾ തടുക്കുമായിരുന്നു. അതുപോലെ അയാൾക്ക് തടുക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തിലുള്ള ഒന്നുപോലും തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ തടുക്കാൻ കഴിയുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഗ്രഹത്തെ കൊടുത്തു കൊടുത്തു അദ്ദേഹത്തിന്. ഇതെനിക്ക് പ്രാർത്ഥിക്കാനല്ല, അതെൻ്റെ ദൈവമാണ്. അദ്ദേഹം റൂമിൽ കൊണ്ടുപോയിട്ട് വെച്ചു. എന്നൊരു വിഗ്രഹത്തിനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുണ്ട്, കുറച്ച് ഭക്ഷണം കാട്ടിക്കുക, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കാട്ടിക്കുക. അപ്പോൾ ഭക്ഷണമല്ല വെള്ളമല്ല. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഫിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരാത്ത, ദാഹിക്കുമ്പോൾ വെള്ളം തരാത്ത അന്ന എനിക്ക് എന്തിനാ? എന്നൊരു കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു എന്നാണ്. അപ്പോൾ സ്വന്തത്തിനും ഒന്നും ഓൽക്ക് ചെയ്യാൻ കഴിയൂല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പള്ളികളിൽ 30 ദിവസം പള്ളികളിൽ ഓതുന്ന മങ്കൂസ് മൗലൂദില്ലേ, ആ മങ്കൂസ് മൗലൂദ് അല്ലേ, റബീഉൽ അവലിൻ്റെ സമസ്ത പള്ളികളിൽ ഓതുന്ന മങ്കൂസ് മൗലൂദ്, അതിൽ പിന്നെ ഒരു വരിയുണ്ട്, പിന്നെ അയാസാരമൽ ഈദുല്ലദീ സഫ ഹൗലഹു സ്വനാദീദ് മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി എന്ന് പറഞ്ഞ് തനഖസ്തു മഖ്ലൂബാറിന് ഒരു പിന്നെ ബൈത്തുണ്ട്. മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയതാണെന്നാണ് അതിൻ്റെ ആൾക്കാർ വാദിക്കുന്നത്. പക്ഷേ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയെടുത്തൊന്നും എന്തില്ല, മങ്കൂസ് മൗലൂദ് എഴുതിയതായിട്ട് ഇല്ല.
അദ്ദേഹത്തിൻ്റെ രചനകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ രചനകൾ അവിടെയൊന്നും മങ്കൂസ് മൗലൂദ് ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മങ്കൂസ് മൗലൂദ് ആരും എഴുതിയതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതല്ല, അത് വേറെ ആരൊക്കെ എഴുതിണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്താണ്. അപ്പോൾ ഇവിടെ വലിയ പള്ളി ചെന്നാൽ മങ്കൂസ് പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൃതികളൊക്കെ അവിടെ എഴുതിയത് കാണാൻ പറ്റും, എഴുതി വെച്ചത്. അവിടെ നിന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ കൃതികളായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയെടുത്തൊന്നും മങ്കൂസ് മൗലൂദ് എന്തില്ല, രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് ഇല്ല, അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. ശരി, അപ്പോൾ അള്ളാഹുവിന് പുറമെ എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു പൂജാരി, അമ്പലത്തിലെ പൂജാരി. അപ്പോൾ ഖുറൈശികളിൽ ജാഹിലിയ കാലഘട്ടത്തിലൊരു ഉത്സവം നടക്കുകയാണ്. അവിടുത്തെ പൂജാരിയുടെ പേരാണ് ഉസ്മാൻ. അയാൾ വിഗ്രഹത്തിനടുത്ത് ഇങ്ങനെ വെച്ചു എന്നാണ്, അതിൽ വിഗ്രഹം തലകുത്തി വീണു. അപ്പോൾ അതിൽ രണ്ടാമത് എടുത്ത് വെച്ചു, അതിൽ പിന്നെയും തലകുത്തി വീണു. മൂന്നാമത് എടുത്ത് വെച്ചു, അതിൽ പിന്നെയും ഇതെന്ത് ചെയ്തു, തലകുത്തി വീണു. അപ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുക, അതിപ്പോൾ എന്താ സംഭവം, വിഗ്രഹം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ റസൂൽ ജനിച്ച സമയമാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൻ്റെ അത്ഭുതമാണെന്നാണ് അങ്ങനെ ഒരു കഥ ആയിട്ട് ഉണ്ടാക്കിയ കഥയാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ നമ്മുടെ പള്ളികളിൽ എത്തുമ്പോൾ ഉസ്മാൻ എന്നില്ല പൂജാരിയുടെ പേര് കേൾക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഉസ്താദ് ഉസ്മാൻ നോക്കുമ്പോഴേക്കും അവർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇത്തരം വിഗ്രഹങ്ങൾ ഇതിപ്പോൾ ഒന്ന് വീണാൽ എന്താ അവസ്ഥ. അപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ ഒരാൾ വന്നിരുന്നു, നിങ്ങൾക്ക് അതിൽ ഓർമ്മ ഉണ്ടാവും, ഒരു പ്രാവശ്യം പിരിവിന് അയാൾ വന്നിരുന്നു, കണ്ണിൻ്റെ ഒരു പിരിവിന്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ അയാളോട് കുറേ സംസാരിച്ചപ്പോൾ അയാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു വഴിയില്ലാതായപ്പോൾ അയാൾ പിരിവിന് വന്ന. അപ്പോൾ മൂപ്പരാൾ ഇസ്ലാം സ്വീകരിച്ച കഥ പറയുന്നുണ്ട്. മൂപ്പരാൾ അമുസ്ലിമായിരുന്നു. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചത് മൂപ്പരാൾ 7ാമത്തെ വയസ്സിൽ, ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പ പൂജാരിയാണ്. അവർ പാരമ്പര്യമായിട്ട് പൂജാരികളാണ്, ഉപ്പ പൂജാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്താ വെച്ചാൽ, ഉപ്പ വൈകുന്നേരം വന്നിട്ട് പൂജയൊക്കെ തുടങ്ങും. അതിൻ്റെ മുമ്പ് വിഗ്രഹങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ നേരാക്കി വെക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഈ ഹോമൊക്കെ കഴിയുമ്പോൾ, അതുപോലെ പൂജ കഴിയുമ്പോൾ പായസമൊക്കെ ഒഴിക്കും അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ പിന്നെ വിഗ്രഹത്തിൻ്റെ മുകളിലൊക്കെ ഈ പായസവും വേസ്റ്റും പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ് അദ്ദേഹത്തിൻ്റെ. എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ കുത്തനെ നേരെ വെക്കണം. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ തുടക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചു എന്നാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കണം, നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ നമ്മളെ വൃത്തിയാക്കി കൊടുക്കുന്നത്, ഇതിപ്പോൾ എന്താ കഥ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്തു, ഒന്നും വൃത്തിയാക്കാതെ അവിടെ ഇട്ട് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. ഈ അച്ഛൻ വന്ന് നോക്കുമ്പോൾ, പൂജ നടത്താൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഒന്നും വൃത്തിയല്ല. അവൻ നേരെ ഗ്രൗണ്ടിൽ പോയിട്ട് പിടിച്ച് എന്ത് ചെയ്തു, അവനെ കൊടുന്നപ്പോൾ ചോദിച്ചു, എന്താ അപ്പോൾ ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ലല്ലോ ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ഓങ്ങനെ പറഞ്ഞതാണ്, അത് നിങ്ങൾ ഓലോട് തന്നെ ചോദിച്ചു നോക്ക്, വിഗ്രഹങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, എന്താണ് ഓല് വൃത്തിയാക്കാത്തതെന്ന്. ഓലല്ലേ വൃത്തിയാക്കേണ്ടത്. നമ്മളെ കാര്യങ്ങൾ പോലും ശരിയാക്കി തരുന്ന ഓല കാര്യങ്ങൾ എന്തുകൊണ്ട് ശരിയാക്കാൻ വയ്ക്കണില്ല, അത് ഓലോട് തന്നെ ചോദിച്ചു നോക്ക്. അങ്ങനെ പിന്നെ പഠിച്ച് മൂപ്പര് 20ാമത്തെ വയസ്സിൽ മൂപ്പര് മുസ്ലിമായി എന്നില്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ശരി, അപ്പോൾ ഇവിടെ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യൂല, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അതേപോലെ തന്നെ സൂറത്ത് യൂനുസിൻ്റെ 18ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ല. ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, എന്നാൽ അവർ മാലാ യദുർറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. എന്നാൽ അള്ളാഹ് പറയാം, വയഖൂലൂൻ, എന്നാൽ ഈ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നത് എന്താ, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്നാൽ അള്ളാഹ് അതിനെക്കുറിച്ച് പറയാണ്, അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ അള്ളാഹുവിനെ അറിയാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞു തരികയാണോ. എന്ത്, ഈ മക്കത്തെ മുശ്രിക്കീങ്ങൾ പറയുന്നത് ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്യും. നമ്മളെ നാട്ടിലെ പല ആളുകളുടെയും വിശ്വാസം എന്താണ്, ഈ ഞങ്ങൾ മുരീദുകളായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾ ഉസ്താദന്മാരായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ, ഞങ്ങളെ ഷെയ്ഖുമാർ ഞങ്ങളെ ശുപാർശ ചെയ്ത് കൈ പൊടി സ്വർഗത്ത് കൊണ്ടുപോകുന്നതാണ്. അള്ളാഹ് പറയാണ്, ഇങ്ങനത്തെ വിശ്വാസം ആർക്കുണ്ടായിരുന്നു, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അള്ളാഹ് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, അള്ളാഹ്ക്ക് അറിയാത്ത കാര്യം, അഥവാ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ശുപാർശ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനൊന്നും ഇല്ല, അത് നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞു തരികയാണോ, നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിച്ച് തരികയാണോ എന്ന് അള്ളാഹ് എന്ത് ചെയ്യാണ്,
ഓലോട് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആർക്കും ഗൈബിയായി അദൃശ്യമായി ഉപകാര ഉപദ്രവോ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അള്ളാഹ്ക്ക് മാത്രമേ. അതാണ് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം. ഇത് വേറൊരാൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചില ആൾക്കാർ മക്ബറ അടുത്തേക്ക് എന്നാൽ എങ്ങനെ പോരുക, റിവേഴ്സ് ഗിയറിലാണ് പോരുക. അതെന്താ തിരിഞ്ഞ് പോരവർക്ക് പേടിയാണ്. കാരണം മൂട് ഖബറിൻ്റെ അടുത്തേക്ക് ആയാൽ കുരുത്തക്കേട് തട്ടുമോ, പേടിയാണ്. ചില മക്ബറകൾ ചെന്ന് ഒരു കയറുണ്ടാവും, ബെല്ലുണ്ടാവും, സത്യം ചെയ്യാനാണ് അല്ലേ, സത്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. അവിടെ ചെന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, പിടിച്ച് സത്യം ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടുന്ന് തെറ്റ് ചെയ്ത് പിടിച്ച് അള്ളാഹുവാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് ഇതുമങ്ങനെ പിടിച്ചാൽ പിന്നെ അവനക്ക് മുണ്ടാൻ കഴിയില്ല, കാരണം പേടിയാണ്. അപ്പോൾ അള്ളാഹിനേക്കാളും എനിക്ക് പേടി അല്ലേ. നിസ്കാരത്തിൽ നിന്നാൽ ഫുള്ള് കോട്ടുവായും തലമ ചൊറിച്ചിലും അവിടെ വെച്ചിട്ട് ഒരു ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഖബറിനടുത്ത് പോയാലോ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങും, ഹൃദയം പടക്കാൻ തുടങ്ങും, കയ്യൊക്കെ ഉയരും അല്ലേ. അപ്പോൾ പല ആളുകളും അള്ളാഹുവിനേക്കാളും അവർ പഠിക്കണത് ഇത്തരം ആളുകൾ അല്ലേ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പച്ചക്കെട്ട്, സ്റ്റിയറിങ്ങമേ പച്ചക്കെട്ട്. അതിൻ്റെ ഒരു കുടുംബത്തിലെ ആൾ അവർ വണ്ടി എടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്. അപ്പോൾ വണ്ടിയുമ്പോൾ എന്തുണ്ട്, പച്ചക്കെട്ട്, മമ്പറത്ത് പോയി കെട്ടിയ പച്ചക്കെട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പറഞ്ഞു ഇതൊക്കെ ശരിയല്ല, ഇതൊക്കെ ഷിർക്കാണ്, ഇങ്ങനെ അള്ളാഹ്ക്കിലെ സഹായിക്കും. അതൊക്കെ ശരിയാണ്, നമുക്ക് എനിക്കും അറിയാം. അപ്പോൾ എന്നാൽ പിന്നാണ്ട് അയച്ചു മാറ്റികൾ എന്തിനാ പച്ചക്കെട്ട്, അല്ല ഓല് കിട്ടിയത് നമ്മളായിട്ട് അയക്കാൻ നിൽക്കണ്ട, എന്തിനാ നമ്മൾ വെറുതെ. അപ്പോൾ അതാണ് ആ പേടി. അതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ല, ചിലക്കാർ ബൈക്ക് എടുത്താലും മുമ്പിൽ എന്ത് ചെയ്യും, ഒരു നാരങ്ങ വെക്കും. എന്നിട്ട് നാരങ്ങ, ഈ നാരങ്ങ സ്കിഡായിട്ടേക്കിൽ ഇപ്പം വീണിട്ട് എന്ത് ചെയ്യുക, ഇപ്പം എനിക്ക് പരിക്കറ്റ ആക്സിഡൻ്റായി ഇവൻ്റെ ചോര ഈ പച്ചക്കെട്ടുമേ ആയാലും ഇപ്പം എന്ത് ചെയ്യൂല, പഠിക്കൂല. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാളും നമുക്കൊന്നും ചെയ്യില്ല. ഈ വിശ്വാസം ഹൃദയത്തിലുണ്ടായാലും നമുക്ക് അള്ളാഹ് പറഞ്ഞില്ലേ, ഈ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ശിർക്ക് ചെയ്യാത്ത ആൾക്കാർ അല്ലദീന പിന്നെ അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, ഈമാനുള്ള വലം യൽബിസു ഈമാനഹും ബിളിൽം, ഈമാനിൽ ഷിർക്ക് ചേരാത്ത ആൾക്കാർ ഉലായിക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം, ഉലായിക ഹുമുൽ മുഹ്തദുൻ, അവരാണ് സന്മാർഗത്തിലാർ. ഷിർക്കില്ല ആൾക്കാർക്ക് നിർഭയത്വം കിട്ടൂല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കിന് ഏത് ഷെയ്ഖിൻ്റെ കുരുത്തക്കേടേക്കരം, ഏത് നേർച്ചപ്പെട്ടിയിൽ പൈസ ഡായിട്ടാപ്പോൾ ഈ പ്രശ്നം, ഏത് തങ്ങളെ പ്രശ്നം, അപ്പോൾ ആ തങ്ങളടുത്ത് പോകണു, അപ്പുറത്ത് പോകണു, ഇപ്പുറത്ത് പോകണു, ഈ ജാറത്ത് പോകണു, അവസാനം അമ്പലത്തിൽ പോകണു അല്ലേ. ഇതാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, അള്ളാഹുവിൽ. റസൂൽ സല്ലല്ലാഹു അള്ളാഹ് പറയുന്നുണ്ട് സൂറത്ത് സുമറിൻ്റെ 38-ാമത്തെ ആയത്തിൽ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്, നബി അവരോട് ചോദിക്ക് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ, അവർ പറയും, മക്കത്തെ മുശ്രിക്ക് പറയും അള്ളയാണ്. അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ല, എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ പറയാണ്, അള്ളാഹ്ക്ക് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹ് നിങ്ങൾക്കൊരു തിന്മ ഉദ്ദേശിച്ചാൽ ആ തിന്മയെ തടുത്ത് വെക്കാൻ ഓലിക്ക് സാധിക്കുമോ, ഇല്ല. ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, അള്ളാഹ് ഒരു നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മ തടഞ്ഞു വെക്കാൻ അവർക്ക് സാധിക്കുമോ, ഇല്ല. അള്ളാഹ്ക്ക് മാത്രമേ നന്മ തരാനും തിന്മ തരാനും സാധിക്കുള്ളൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവസ് സമീഉൽ അലീം. അല്ലേ, എന്താണ് അതിൻ്റെ അർത്ഥം? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലദീ ലാ യദുറു മഅസ്മിഹി, എങ്ങനത്തെ നാമമാണ്? അവൻ്റെ നാമത്തോടൊപ്പം ഒരു ഉപദ്രവവും വരില്ല. ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്, ആകാശത്തിലും ഭൂമിയിലും വരില്ല. റസൂൽ പറഞ്ഞത് ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ, എപ്പോൾ ഒരാൾ രാവിലെ ഇത് 3 തവണ, അതേപോലെ വൈകുന്നേരം ഇത് 3 തവണ പ്രാർത്ഥിച്ചാൽ ലം യദുറഹു ഷൈ, ഓൻക്ക് ഒരു ഉപദ്രവവും ബാധിക്കൂല എന്നാണ്. ആരുടെ നാമം മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥന? അള്ളാഹിൻ്റെ നാമം മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥന. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത ഒരാൾക്കും നമുക്ക് ഒരു ഉപദ്രവം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റസൂല് പറയാണ്, വഅലം, മോനെ നീ അറിയണം, അദ്ദേഹം ചെറിയ കുട്ടിയാകുമ്പോൾ പറയാണ്, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അയ്യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്. ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി എനിക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ ആ നന്മ എനിക്ക് കിട്ടൂല. ഞാൻ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി ഒരു തിന്മ എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹ് എനിക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ തിന്മ എനിക്ക് വരില്ല. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു അയ്യാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മൻ അറഫല്ലാഹ ഇസ്തറാഹ്, ആരെങ്കിലും അള്ളാഹിനെ മനസ്സിലാക്കിയാൽ ഓനിക്ക് റാഹത്ത് ഉണ്ടാവും, ഓനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകും എന്നുള്ളതാണ്. ശരി,
നമുക്ക് അടുത്ത ആയത്തോടെ എടുത്തിട്ട് അത് അവസാനിപ്പിക്കാം. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. യദ്ഉ ലമൻ ളർറുഹു അഖ്റബു മിൻ നഫ്ഇഹി ലബിഅ്സൽ മൗലാ വലിബിഅ്സൽ അശീർ. അവിടെ നമ്മൾ ഓതുമ്പോൾ യദ്ഉ ലമൻ ള, അവിടെ ഇഖ്ഫ ആണ് മണിച്ചോദനം. ലർറുഹു അവിടെ നമ്മൾ നീട്ടണം, മദ്ദു സുലത്തുൽ കുബ്രയാണ്. അഖ്റബു മിന്ന, മിന്ന അവിടെ ഇദ്ഗാമു ബിഗുന്നയാണ് മണിച്ചോദനം. മിൻ നഫ്ഇഹി ലബിഅ്സൽ മൗലാ വലബിഅ്സൽ അശീർ. യദ്ഉ ലമൻ ളർറുഹു അഖ്റബു മിൻ നഫ്ഇഹി ലബിഅ്സൽ മൗലാ വലബിഅ്സൽ അശീർ. അല്ലാഹ് പറയാണ് യദ്ഉ അവൻ വിളിക്കുന്നു, ഇത്തരം ആളുകൾ വിളിക്കുന്നത് ലമൻ ഒരുവനെ തന്നെയാണ്. അവൻ്റെ പ്രത്യേകത ലർറുഹു അവൻ്റെ ഉപദ്രവം, ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവൻ്റെ ഉപദ്രവം അഖ്റബു അതാണ് ഏറ്റവും അടുത്തത്, അവൻ്റെ ഉപദ്രവമാണ് ഏറ്റവും അടുത്തത്. മിൻ നഫ്ഇഹി അവൻ്റെ ഉപകാരത്തേക്കാൾ. അപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ ഉപകാരത്തേക്കാൾ കൂടുതൽ എന്താ നമുക്ക് വരാനുള്ളത്? ഉപദ്രവമാണ് എന്നർത്ഥം. ലബിഅ്സൽ മൗലാ, ബിഅ്സ് പറഞ്ഞാൽ മോശപ്പെട്ടത്. ലബിഅ്സൽ മൗലാ വളരെ മോശപ്പെട്ട സഹായകൻ അല്ലെങ്കിൽ രക്ഷാകർത്താവാകുന്നു. വലബിഅ്സൽ അശീർ വളരെ മോശപ്പെട്ട കൂട്ടാളി കൂട്ടുകാരനുമാകുന്നു. അപ്പോൾ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ വളരെ ദുഷിച്ച ആളുകളാകുന്നു. ലബിഅ്സൽ മൗല വലബിഅ്സൽ മഷീർ, ദുഷിച്ച രക്ഷാധികാരിയും ദുഷിച്ച കൂട്ടുകാരനുമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിൽ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉപകാരം ഉപദ്രവ തോന കിട്ടുക, ഉപദ്രവമാണ് തോനെന്ത് ചെയ്യുക ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ ഉപദ്രവമാണെങ്കിൽ പരലോകത്തെത്തിയാലോ അത് അതിനേക്കാളും ഉപദ്രവമാണ്. പരലോകത്തെത്തിയാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഇതിനെ വിശദീകരിച്ച്, ലററുഹു ഫിദ് ദുനിയാ ഖബ്ലൽ ആഖിറത്തി അഖ്റബു മിൻ നഫ്ഇഹി ഫീഹാ. ദുനിയാവിൽ പരലോകത്തിന് മുമ്പ് ദുനിയാവിൽ തന്നെ ബുദ്ധിമുട്ട് അതാണ് അടുത്തത്. അമ്മാ ഫിൽ ആഖിറ ഇനി പരലോകത്തോ ഫലററുഹു മുഹഖഖുൻ മുതയഖ്ഖനുൻ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുക, നരകാണ്. ശിർക്ക് ചെയ്ത ആൾക്കാർക്ക് നരകാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറട്ടെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആയത്തുകൾ മുന്നിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശരിയാണ്. ഒന്ന്, അള്ളാഹുവിന് പുറമെ വിളിച്ച് ഒരാളെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ലലാലും ബഈദ് അതിവിദൂരമായ വഴിപിഴവാണ്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അവന് ഒരിക്കലും എന്തില്ല, ഒരു രക്ഷയില്ല. ഇനി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വല്ല ഉപകാരവും കിട്ടാണ്ടോ? ഇല്ല, ഉപദ്രവമാണ് അത് അതിലൂടെ ലഭിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും എല്ലാ മേഖലകളിലും നമുക്ക് അടുക്കാനുള്ളത് അള്ളാഹുവാണ്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുടെ മാത്രം. അള്ളാഹു ഇസ്തിഖാമത്തോടുകൂടി ഈ ദീനിൽ നമ്മൾ അടിയുറച്ച് നിർത്തുമാറാകട്ടെ. ഇനി അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഖുർആനിൽ തന്നെ അതിൻ്റെ ചില നിരർത്ഥകത പറയുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിലെന്തെങ്കിലും ഫായിദ ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. അതോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹ് പറഞ്ഞത് അവരാണ് ഏറ്റവും വലിയ വഴികേടിൽ നിന്നാണ്. സൂറത്തുൽ അഹ്കാഫിൻ്റെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഈ പറയുന്ന ഈ ആയത്തുകൾ നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനും അറിവില്ല ആൾക്കും മൂല്യമാർക്കും ആർക്കും ഓതി കൊടുക്കുക, അവർക്ക് എതിരായിട്ടൊന്നും പറയാൻ കഴിയില്ല. ഒന്ന് അള്ളാഹ് പറഞ്ഞു, കാരണം അള്ളാഹിൻ്റെ ആയത്താണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചു പോയവൻ ആരുണ്ട്? ഇനി അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവനക്ക് ഉത്തരം കൊടുക്കാൻ കഴിയൂല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധരുമാണ്. കാരണം ഒരു ഖബറിൽ ഓലെ ലോകവുമായിട്ട് കഴിയാണ്, ഇവൻ്റെ പ്രാർത്ഥന നോക്കിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൻ്റെ
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 72-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കും. അതിൽ അള്ളാഹ് പറഞ്ഞത് യാ യുഹന്നാസ് ദുരിബ മസൽ ഫസ്തമിഉ ലഹ്, ഓ ജനങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കൂ, ഇതാ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. എന്നിട്ട് അള്ളാഹ് പറയാം ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുന്നില്ല. വലബിജ്തമഉ ലഹ്, അവരെല്ലാവരും അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയാലും. നിങ്ങൾ ആലോചിക്കുക, ഇന്നത്തെ ആളുകൾ പല ആളുകളും അവരുടെ ദൈവമായി വിശ്വസിക്കുന്ന ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന് പോലും ഒരു ഈച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞുക്കണോ? ഇല്ല. ഈച്ച എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ എത്ര ചെറുതാ, അതും ഉണ്ടാക്കാൻ കഴിയൂല. അത് അള്ളാഹ് വെല്ലു വിളിച്ചത് 1400 വർഷം മുമ്പേ. എന്നിട്ട് അള്ളാഹ് പറയുക ഈച്ച അവരുടെ കയ്യിൽ നിന്ന് ഒരു അരിമണി തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ കൂടിയും ഇല്ല. കൊതുകിനെ കിട്ടണ പോലെ ഈച്ചനെ കിട്ടുമോ? കിട്ടില്ല. എന്നാൽ അള്ളാഹ് പറയുക തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ. അപ്പോൾ നമ്മൾ ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഓലും ദുർബലരാണ് എന്ന്. രണ്ടാമത്തെ. മൂന്നാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ഫാത്തിറിൻ്റെ 13-14 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് യൂലിജുൽ ലൈല ഫിന്നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ, അള്ളാഹ് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹ് കീഴ്പ്പെടുത്തുന്നു. യജ്രി പിന്നെ കുല്ലു യജ്രി ഇലാ അജലി മുസമ്മ, എല്ലാം ഒരു അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വല്ലദീന തദ്ഉന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമേ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും അവരുടമപ്പെടുത്തുന്നില്ല. അല്ലാത്ത ആർക്കും സ്വന്തമായി അങ്ങനെ ഉടമസ്ഥാവകാശം ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ അവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിൻ്റെ അടുത്തൊരു 10 റുപ്യോട് ഇല്ലേ, എന്നോട് 20 റുപ്യ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് അറബിയിൽ പറയും ഫാഖിദു ഷൈ ലാ യുഅതി, കയ്യിലൊന്നും ഇല്ലാത്തവന് കൊടുക്കാനും വയ്ക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ വയ്ക്കുള്ളൂ. ഒന്നും ഉടമപ്പെടുത്തിയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു, പിന്നെ ഓലെങ്ങനെ മറ്റുള്ളവർ കൊടുക്കുക? അടുത്ത ആയത്തിൽ അള്ളാഹ് പറയാണ് ഇൻ തദ്ഉഹും, ഇനി നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹ്ക്ക് പുറമേലോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. എത്ര വ്യക്തമാണ്. വലൗ സമിഉ, ഇനി അവർ കേട്ടാൽ തന്നെയും മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകൂല. വയക്ഫുറു വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിരിക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്ക് അവർ യൗമൽ ഖിയാമയിൽ നിഷേധിക്കുകയും ചെയ്യും. എത്ര വ്യക്തമാണ് ആയത്ത്. അള്ളാഹ്ക്ക് ഓർമ്മ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഷിർക്കാണ്, അവരാ പ്രാർത്ഥന കേൾക്കൂല, കേട്ടാൽ ഉത്തരം ചെയ്യൂല. അള്ളാഹ് പറയാണ് പിന്നെ ഞാൻ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും എത്ര ധിക്കാരാണ്. ഇനി മറ്റൊന്ന്, അള്ളാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അള്ളാഹ് പറയാണ് ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്, നമ്മളെ പോലെ ആൾക്കാരാണ് എന്ന് ഓരോട് പറഞ്ഞ കാര്യമുണ്ടോ? ഇപ്പോൾ രണ്ടാൾക്കാർ, ഒരാളടുത്ത് 10 റുപ്യ ഉണ്ട്, മറ്റാളടുത്ത് 10 റുപ്യ ഉണ്ട്, രണ്ടാളടുത്ത് ഒരേപോലെയാണ്. ഈ 10 റുപ്യ മറ്റേ 10 റുപ്യ കൊണ്ട് ഒരു 100 റുപ്യക്ക് അടിക്കാരനാ വല്ല കാര്യമുണ്ടോ? രണ്ടാളും ഒരേപോലെയാണ്. അള്ളാഹ് രണ്ടാളും ഒരേപോലെ, പിന്നെ മറ്റോണ്ട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വേറെ ആയത്തുകളിൽ ധാരാളം പറഞ്ഞു. അള്ളാഹ് പറയുന്നുണ്ട് അള്ളാഹിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ലാ യഖ്ലുഖൂന ശൈഇൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അംവാത്തുൻ, അവർ മരിച്ചു പോയവരാണ്. ഗൈറു അഹ്യ, ജീവിച്ചിരിക്കണവരല്ല. പിന്നെ അവരുടെ പ്രാർത്ഥന എന്താ കാര്യം? അപ്പോൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിനൊരുപാട് നിരർത്ഥകത അള്ളാഹ് ഖുർആനിൽ തന്നെ പറയുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി, എങ്ങനെ അർത്ഥം പഠിക്കായിട്ടല്ല, അപ്പോൾ പറഞ്ഞു കൊടുത്താൽ അബൂജഹൽ എന്താ ഇസ്ലാം സ്വീകരിക്കാതിരുന്ന്? റസൂലിൻ്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം ബി അഹബ്ബിൽ ഉമറൈൻ എന്നാണ്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അള്ളാഹ് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണേ. 2 ഉമറിന് വേണ്ടിയ പ്രാർത്ഥന. 1 ഉമർ ഇബ്നുൽ ഖത്താബും 2 അംർ ബിൻ ഹിഷാം അബൂജഹൽ. അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ച ആരുടെ വിഷയത്തിലാണ്? ഉമറിൻ്റെ വിഷയത്തിൽ. അതിനൊരു കാരണമുണ്ട്. ഉമർലാൻ ഇസ്ലാമിനെതിരെ പോരാടിയതും ഇസ്ലാമിനെതിരെ പ്രശ്നങ്ങൾ അയച്ചുവിട്ടതും ഇസ്ലാം തെറ്റാണ് എന്ന് വിചാരിച്ചിട്ടാണ്. തെറ്റാണെന്ന് അറിയാതെ തെറ്റിൻ്റെ പിറകെ പോയ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അള്ളാഹ് ഇഖ്ലാസിൻ്റെ ഹൃദയത്തിൽ അള്ളാഹ് സ്വീകരിച്ചു. അബൂജഹലിനെ അറിയാം ഇസ്ലാം സത്യമാണെന്ന്. പിന്നെ എന്താണ് സ്വീകരിക്കാതിരുന്നത്? അബൂജഹൽ നാട്ടിൽ പൂജാരിയാണ്, വിഗ്രഹങ്ങളുടെ സംരക്ഷകനാണ്. ഇനി അള്ളാഹ് മാത്രമേ പ്രാർത്ഥന ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ പോവും. 1, വരുമാനം മുട്ടും. 2, അതുകൊണ്ട് സത്യമറിഞ്ഞിട്ടും ഹൃദയത്തിൽ കാപട്യം ഒളിപ്പിച്ചു വെച്ചു, അള്ളാഹ് സ്വീകരിച്ചില്ല. അപ്പോൾ അതാണിപ്പോൾ പല ആളുകളുടെയും അവസ്ഥ. പറഞ്ഞാൽ എന്ത് ചെയ്യും? വരുമാനം മുട്ടും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു അത്തരം ദുഷിച്ച അവസ്ഥയിൽ നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മുവഹിദീങ്ങളായി നമ്മെ എവരെയും ജീവിപ്പിക്കുകയും ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ ഈ ദീനിൽ അടച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും കലിമത്ത് തൗഹീദ് അവസാനം ഉച്ചരിച്ച് മരണപ്പെടുന്ന കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.